ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിന് മുൻ ഇംഗ്ലീഷ് താരങ്ങൾ സംസാരിച്ചത് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ്. അർജന്റീനയെ വളരെയധികം എഴുതിത്തള്ളുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളാണ് ഇംഗ്ലണ്ടിൽ നിന്നും വന്നിരുന്നത്. അതായത് ഈ മത്സരത്തിൽ അർജന്റീനയ്ക്ക് യാതൊരുവിധ വിജയ സാധ്യതയും ഇല്ല, വളരെ കംഫർട്ടബിൾ ആയിക്കൊണ്ട് ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കും എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. പക്ഷേ പതിവ് പോലെ അർജന്റീന എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അവസാനത്തിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് അർജന്റീന ഈ മത്സരത്തിലെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് മെസ്സി ചില കാര്യങ്ങൾ മത്സരശേഷം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ കുറെ ആളുകൾ പുറത്തു വന്നേനെ എന്നാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർ നോൺസെൻസുകൾ സംസാരിക്കുകയും ചെയ്യുമെന്ന് ഇപ്പോൾ മെസ്സി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അർജന്റീന ഹേറ്റേഴ്സിനെയാണ് മെസ്സി ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ പല പണ്ഡിറ്റുമാരെയും മുൻ താരങ്ങളെയുമാണ് മെസ്സി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇംഗ്ലണ്ടിനോട് ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ കുറെ ആളുകൾ പുറത്തു വരികയും ഞങ്ങളെക്കുറിച്ച് ഓരോ നോൺസെൻസുകൾ സംസാരിക്കുകയും ചെയ്തേനെ. പക്ഷേ ഞങ്ങൾ അവർക്ക് ഒരു അവസരം പോലും നൽകിയില്ല. ഫുട്ബോളിന്റെ കാര്യത്തിൽ അവരെക്കാൾ മികച്ചത് ഞങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇതാണ് മത്സരശേഷം മെസ്സി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുപാട് പേർ അർജന്റീനയുടെ തോൽവി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അർജന്റീന പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അവരെല്ലാവരും പുറത്തു വന്നേനെ. പക്ഷെ അവർക്ക് യാതൊരുവിധ അവസരങ്ങളും തങ്ങൾ നൽകിയില്ല എന്നാണ് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കലാശ പോരാട്ടത്തിൽ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. 2 മികച്ച ടീമുകൾ തമ്മിലാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ ഒരു മത്സരം ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.